ഹലോ എവരിവൺ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് പൈത്തണിൽ സ്ട്രിങ് റിവേഴ്സിങ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്ന് നോക്കാം. സോ അത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡുണ്ട്. ദെൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാനും ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. സോ സപ്പോസ് എൻ്റെ റിവേഴ്സ് ചെയ്യേണ്ട സ്ട്രിങ് എനിക്കൊരു വേരിയബിളിൽ അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് എൻ്റെ വേരിയബിൾ നെയിം മെസ്സേജ് എന്നാണ്. എനിക്കതിൽ ഉള്ള വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ. ഇതാണ് എൻ്റെ വേർഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു വേരിയബിൾ നെയിം എനിക്ക് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ പൈത്തണിലെ സ്ട്രിങ്ങിൻ്റെ സ്റ്റോറേജ് നമുക്കറിയാം. ഇൻഡെക്സിങ്, ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് ഇൻഡെക്സിങ് യൂസ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നറിയാം. സോ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്ത് 1 2 3 4 5 6 7 ക്യാരക്ടേഴ്സാണുള്ളത്. സോ 0th പൊസിഷനിൽ എം, സോ ഈ രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സോ 0th പൊസിഷനിൽ എം 1 2 3 4 5 6. ഓക്കെ, ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഇൻഡെക്സിങ് പോകുന്നത്. സോ എനിക്കിതിൽ സി പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഡെക്സിങ് യൂസ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. പ്രിൻ്റ് മെസ്സേജ് ഓഫ് 2 കൊടുത്തു കഴിഞ്ഞാൽ 2ന് കൊറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ പൊസിഷനിൽ വരുന്ന ക്യാരക്ടർ സി ആയതുകൊണ്ട് സി ആയിരിക്കും പ്രിൻ്റ് ആവുക. അതുപോലെ മെസ്സേജ് ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ എം ആയിരിക്കും പ്രിൻ്റ് ആവുക. മെസ്സേജ് ഓഫ് 6 കൊടുത്തു കഴിഞ്ഞാൽ ഇ ആയിരിക്കും പ്രിൻ്റ് ആവുക. മെസ്സേജ് ഓഫ് -1 കൊടുത്താലും റിവേഴ്സ് സൈഡിലും പോകുന്നതായിരിക്കും. അതായത് ഇൻഡെക്സിങ് ഇങ്ങനെ മാത്രമല്ല, നമുക്ക് ഇത് -1 ഇൻഡെക്സ്, -2 ഇൻഡെക്സ്, -3 ഇൻഡെക്സ്, -4, -5, -6, -7 ഇങ്ങനെയും വേണമെങ്കിൽ നമുക്കിത് സർക്കുലർ ഫോമിലും യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഈ സ്ട്രിങ് റിവേഴ്സ് ചെയ്യാനായിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഇൻഡെക്സിങ് യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. സപ്പോസ് എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ആദ്യത്തെ 4 ക്യാരക്ടേഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0th പൊസിഷൻ തൊട്ട് 3rd വരെയുള്ള വാല്യൂസാണ് എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് ജനറേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് വേണമെങ്കിൽ ഇൻഡെക്സ് കോളം ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് പ്രിൻ്റ് മെസ്സേജ് 0th ഇൻഡെക്സിങ് തൊട്ട് 3rd ഉൾപ്പെടെ കിട്ടണം. സോ ഞാനിവിടെ 4 കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഈ 4 ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. 0th പൊസിഷൻ, 1st പൊസിഷൻ, 2nd പൊസിഷൻ, 3rd പൊസിഷൻ. 4th പൊസിഷൻ ഇവിടെ കൊടുക്കുന്ന വാല്യൂ എന്താണോ അത് -1 വരെ ആയിരിക്കും ഇത് പോകുന്നത്. സോ സപ്പോസ് ഞാനിവിടെ വെറുതെ സിംപിളി ഒരു സ്റ്റെപ്പ് സൈസ് വാല്യൂസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് പ്രിൻ്റ് മെസ്സേജ് 0th പൊസിഷൻ തൊട്ട് മേ ബി എനിക്ക് എൻ്റയർ സ്ട്രിങ് പ്രിൻ്റ് ചെയ്ത് വരണം, അതായത് 6 ഉൾപ്പെടെ വരണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 7 കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മെഷീൻ എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് വരും. പക്ഷേ ഇനി ഞാൻ 1 more ഇൻഡെക്സ് ആഡ് ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് സൈസ്, ബൈ ഡിഫോൾട്ടായിട്ട് സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ബട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓൾട്ടർനേറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അതായത് പ്രിൻ്റ് മെസ്സേജ് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്, ലാസ്റ്റ് ഇൻഡെക്സ്, സ്റ്റെപ്പ് സൈസ് 2 കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് 0th പൊസിഷനിലെ എം വരും, 1st പൊസിഷൻ സ്കിപ്പ് ആവും, 2nd പൊസിഷനിലെ സി വരും, എച്ച് സ്കിപ്പ് ആവും, ഐ വരും, എൻ സ്കിപ്പ് ആവും, ദെൻ ഇ വരും. ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്.
സോ ഇത് ഞാൻ -1 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിവേഴ്സിലാക്കാനായിട്ട് സിംപിളി ഈ സ്റ്റെപ്പ് സൈസ് -1 കൊടുത്താൽ മതിയാകും. അതുപോലെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആൻഡ് സ്റ്റോപ്പിംഗ് ഇൻഡെക്സ് ആസ് സച്ച് കൊടുത്താലും മതിയാകും. സോ പ്രിൻറ്റ് മെസ്സേജ് ഓഫ് 0 പൊസിഷൻ 7th പൊസിഷൻ -1. സോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ സ്ട്രിങ് തന്നെ ബട്ട് ഇൻ റിവേഴ്സ് ഓർഡർ ആയിരിക്കും വരുന്നത്. അതായത് ENIHCAM. ഓക്കെ, സോ നമുക്കിതൊന്ന് കോഡിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ എൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് മെഷീൻ എന്നുള്ളതാണ്. പ്രിൻറ്റ് മെസ്സേജ് ഓഫ് 0 കൊടുത്താൽ നമുക്ക് M കിട്ടും, 1 കൊടുത്താൽ A കിട്ടും, 3 കൊടുത്താൽ H കിട്ടും, 2 കൊടുത്താൽ C കിട്ടും. ഓക്കെ, ദെൻ 0 to 7 കൊടുത്താൽ 0:7 എൻ്റയർ സ്ട്രിങ് ആസ് സച്ച് കിട്ടും. ദെൻ ഒരു ക്യാരക്ടർ വീതം സ്കിപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ 0 to 7 2 കൊടുക്കുക. ബൈ ഡിഫോൾട്ടായിട്ട് ഈ ഒരു 2 വാല്യൂ എന്ന് പറഞ്ഞാൽ അത് സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ബട്ട് ഞാനിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് MCIE വരുന്നതായിരിക്കും. ഇനി ഇത് റിവേഴ്സ് ഡയറക്ഷനിലാക്കാനായിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ -1 കൊടുക്കുക എന്നുള്ളതാണ്. ബട്ട് ഞാനിവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡിങ് പൊസിഷനും മെൻഷൻ ചെയ്യരുത്. സോ ദാറ്റ് എനിക്കിത് റിവേഴ്സ് ഓർഡറിൽ തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡിങ് പൊസിഷനും മെൻഷൻ ചെയ്യാതെ വെറുതെ കോളൻ ഓപ്പറേറ്റർ മാത്രം യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഇനി ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് എടുത്ത് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ C ഇൻ മെസ്സേജ് പ്രിൻറ്റ് C കൊടുത്തു കഴിഞ്ഞാൽ താഴെ ആയിരിക്കും പ്രിൻ്റ് ആവുന്നത്. MACHINE ഓരോ ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ആവും. സപ്പോസ് എനിക്ക് റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കാദ്യം ഇതിൻ്റെ ലെങ്ത്ത് കമ്പ്യൂട്ട് ചെയ്ത് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. ദെൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാതെ നമുക്ക് ഫോർ ലൂപ്പിൽ തന്നെ ഇൻഡെക്സിങ് യൂസ് ചെയ്ത് ചെയ്യാം. സോ ഫോർ I ഇൻ റേഞ്ച് n കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഐയുടെ വാല്യൂ 0 ആയിരിക്കും, 1 ആയിരിക്കും, അപ് ടു 6 വരെ പോകും. കാരണം നമുക്ക് എന്നിൻ്റെ അകത്തുള്ളത് മാക്സിമം 7 ആണ്. സോ I വാല്യൂ 0, 1, 2 അപ് ടു 6 വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് റിവേഴ്സ് ഓർഡറിൽ പോകുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് വിത്ത് n-1, 0 വരെ പോകണം. സോ -1, സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് -1 കൊടുക്കുക. സോ ഇത് റിവേഴ്സ് ഓർഡറിൽ വരും. സോ ഈ റിവേഴ്സ് ഓർഡറിൽ വരുന്നത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ എനിക്കൊരു empty സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഈ ഓരോ ക്യാരക്ടറിനെയും ആ empty സ്ട്രിങ്ങിലോട്ട് എനിക്ക് വേണമെങ്കിൽ അപ്പൻഡ് ചെയ്യാം. സോ rev equal rev plus message of I. അതിനുശേഷം ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഓർഡറിൽ പ്രിൻ്റായി വരുന്നതായിരിക്കും. അതായത് നമ്മുടെ rev എന്ന് പറയുന്ന വേരിയബിളിൽ ആ സ്ട്രിങ് റിവേഴ്സ് ഓർഡറിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. സോ നമ്മൾ 2 മെത്തേഡ് കണ്ടു. ഒന്ന് ഫോർ ലൂപ്പ് ഇൻഡെക്സിങ് ആൻഡ് റേഞ്ച് ഫങ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളി നമുക്ക് സ്ട്രിങ് റിവേഴ്സ് ചെയ്യാനായിട്ട് ഡയറക്റ്റ്
ഇൻഡെക്സിങ് യൂസ് ചെയ്യാം. സ്റ്റാർട്ട് വാല്യൂയും സ്റ്റോപ്പ് ഇൻഡെക്സ് വാല്യൂയും പറഞ്ഞു കൊടുക്കാതെ സ്റ്റെപ്പ് വാല്യൂ മാത്രം -1 പറഞ്ഞു കൊടുത്താൽ മതിയാകും. സോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് പല മെത്തേഡുണ്ട്, പല രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. വേറൊരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമുക്ക് ഈ പറയുന്ന വേരിയബിളിനെ മെസ്സേജ് എന്ന് പറയുന്നതിനെ ലിസ്റ്റാക്കി മാറ്റാം. ദെൻ ലിസ്റ്റാക്കി മാറ്റിയതിന് ശേഷം നമുക്കതിൻ്റെ വേണമെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ ഇതിനെ ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് ഞാനതൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണ്. mlist, then mlist.reverse, then വിത്തൗട്ട് സ്പേസ് ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനെയും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. സോ അങ്ങനെ ചെയ്താലും ഇത് റിവേഴ്സ് ഓർഡറിലാക്കുന്നതായിരിക്കും. സോ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് mlist നമുക്കുള്ളത് കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഓരോരോ ക്യാരക്ടേഴ്സ് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ഇനീഷ്യലി. ബട്ട് റിവേഴ്സ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പം അത് നേരെ ലിസ്റ്റ് ഫുള്ളി റിവേഴ്സ് ആവും. അതിനുശേഷം നമുക്ക് ജോയിൻ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് അതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ആ സ്ട്രിങ് ആസ് സച്ച് റിവേഴ്സ് ആയിരിക്കും. സോ ഒരേ പ്രോഗ്രാം ഒരേ പർപ്പസ് തന്നെ പല രീതിയിൽ ചെയ്തതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ കണ്ടത്. സോ ഇതിലെ ഏറ്റവും നിങ്ങളുടെ ഫേവറേറ്റ് മെത്തേഡ് ഏതാണെന്നുള്ളത് കമൻറ്റിൽ പറയുക. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഇതിലേറ്റവും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ക്വിക്കായിട്ട് എളുപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളവ ഈ ഒരു മെത്തേഡായിരിക്കും. കാരണം ഒറ്റ ലൈനിൽ തന്നെ ആ ഒരു റിവേഴ്സ് പ്രോസസ്സിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഫേവറേറ്റ് മെത്തേഡ് 1 or 2 or 3 എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.